എപ്സ്റ്റൈൻ ഫയൽ നമ്മളിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വാർത്തയാണ് എപ്സ്റ്റൈൻ ഫയൽ. ഇത് ട്രേഡിങ്ങുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എപ്സ്റ്റൈൻ ഫയലും ഗോൾഡും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഇപ്പൊ നിലവിൽ ഒരുപാട് യുദ്ധങ്ങൾ അമേരിക്കയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, താരിഫിന്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഇറാൻ വാർ, ഗ്രീൻലാൻഡ് വാർ, ഇന്ത്യയുമായിട്ടുള്ള അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും അമേരിക്ക യുദ്ധത്തിന് എന്നും ഓരോ യുദ്ധത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും മുന്നിലോട്ട് കൊണ്ടുവരാണ് അമേരിക്ക. എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തോ വലിയ ഒരു സത്യത്തെ അല്ലെങ്കിൽ എന്തോ വലിയൊരു സംഭവത്തെ മറച്ചു വെക്കാൻ വേണ്ടി മുന്നിലേക്ക് ഇടുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നത്. എപ്സ്റ്റൈൻ ഫയലിന്റെ ദൃശ്യങ്ങളും അതിൽ വരുന്ന വീഡിയോസോ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തത്, ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് വരുന്നത്. ചെറിയ കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക എന്നതിലുപരി അതിലുപരി അവരെ എന്താ പറയാ, അവരുടെ ഭക്ഷണമാക്കുക, അവരുടെ മാംസം രക്തം കുടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരിതിന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ലൈഫിനെയും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത്. ആ ഫോട്ടോസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും ഗോൾഡ് മാർക്കറ്റും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും എല്ലാം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ്. ഈ എപ്സ്റ്റൈൻ ഫയലിനെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് എങ്കിൽ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.